അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉപ്പ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് തൻ്റെ നുസൈബ മോളെ കാത്തുകൊണ്ട്. പെട്ടെന്ന് ഉപ്പ വിളിക്കുന്നു, നുസ്രത്തെ, നീ എവിടെ? ഒന്നിങ്ങോട്ട് വന്നാ. എന്തേക്ക? നുസൈബയുടെ ഉമ്മ ഓടി വന്നു. പിന്നെ എന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട്. എന്തേ? ഹുസൈനാജിൻ്റെ പെരേക്കുള്ള ആ കല്യാണം അത് ശരിയാവൂല കേട്ടോ. പഠിച്ച റബ്ബേ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? അത്രയും ഉറപ്പിച്ച് വെച്ചിട്ട് നിങ്ങളിങ്ങനെ വിഷയം മാറാൻ പറ്റൂല കേട്ടോ. ഇതേ കുട്ടികളല്ല, കല്യാണക്കാരിയാണ്. കുട്ടികളെയല്ല, കല്യാണക്കാരി ആയതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയണത്. എന്നാലും അങ്ങനെയൊക്കെ ഓല് വന്ന് പോയി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം കല്യാണം ആക്കാന്നൊക്കെ ഉറപ്പിച്ച് വിട്ടതല്ലേ. നിങ്ങൾ എന്താണ് ഈ പറയണത്? അത് നടക്കൂലേ നമുക്ക്. എന്താ നിങ്ങൾ പറയണത്? നിങ്ങൾക്ക് എന്താ ശരിക്കും നിങ്ങൾ ബോധത്തോടെ തന്നെയല്ലേ പറയണത്? എനിക്ക് ബോധം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് പറയണത്. ബോധമില്ലെങ്കിൽ ഞാനത് പറയില്ല. എന്താ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് വാക്ക് മാറാൻ കാരണം? മനുഷ്യന്മാരായതേ പറഞ്ഞ വാക്കിനൊരു വില വേണം. അല്ലെങ്കിലേ നിങ്ങൾ മൂപ്പരായിട്ട് ചെറിയൊരു അടച്ചിലുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി കേൾക്കുമ്പോൾ പറയേണ്ടി വരില്ല. അതിൻ്റെ ശേഷമല്ലേ നിങ്ങളിപ്പോൾ അതിൻ്റെ പണിസ്ഥലത്തുനിന്ന് പോകുന്നതും അതൊക്കെ. അതെ, ഞാനവിടെ പണിക്ക് പോയിട്ടുണ്ടെങ്കിലും വെറുതെ അവിടെ പോയിരുന്ന് ഓശിക്ക് തിന്നാൻ പോയതല്ല. നല്ലോണം നയിച്ചിട്ട് തന്നെ എൻ്റെ കുട്ടികൾക്കുള്ള ഞാൻ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഓന് ഒരു സാധനം പോലും നമുക്ക് തന്നിട്ടില്ല. എന്തായാലും വേണ്ടിയില്ല പഠിച്ചോനെ, ഏതായാലും കണ്ടുപോയി. എല്ലാ സൗകര്യവും സുഖവും ഇതൊക്കെ ഉള്ള പെരയാണ്. പിന്നെ ഇപ്പോൾ ആ ഒരു കല്യാണം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്? എന്തെങ്കിലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ വീട്ടിലേക്കുള്ള വിവാഹാലോചന പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കുട്ടിക്കത് വേണ്ട. എൻ്റെ കുട്ടിക്ക് ആ വീടും ആ വീട്ടിലത്തെ ആൾക്കാരും അതൊന്നും നടക്കൂല. പൊന്നാരിക്ക, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? പഠിച്ചോനെ, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇജ്ജെന്താ ചെയ്യാൻ? എൻ്റെ കുട്ടിയെ ഞാൻ കെട്ടിച്ചോളാം. എനിക്കെന്താ ഇത്ര ബേജാറ്? ശരിയാണ്, നിങ്ങളെ കുട്ടി ഒക്കെ തന്നെയാണ്. അത് എൻ്റെയും കൂടി മോളെന്നല്ലേ. എനിക്കും ഇല്ലേ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവകാശം? തൽക്കാലം ഈ കാര്യത്തിൽ ഞാൻ തന്നെ അങ്ങ് തീരുമാനം എടുത്തോളാം. കുട്ടിൻ്റെ ബാപ്പ ഞാൻ തന്നെ അല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനുള്ള തീരുമാനം എടുത്തോളാം. എന്തേ പൊന്നാരിക്ക, ഒരു ആശ്വാസമായിരുന്നു അവളെ കാര്യത്തിൽ. ഇപ്പം പിന്നെയും തുടങ്ങി ടെൻഷന്. എന്താ ഇക്ക നിങ്ങളിങ്ങനെ നല്ലൊരു സമാധാനത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോവേനു. മോളോട് എന്നും ഞാൻ പറയും, മോളെ കല്യാണം ഉറപ്പിച്ച് പെണ്ണാണ് കേട്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നല്ല രീതിയിൽ നടക്കാനും അതൊക്കെ ഞാൻ അവളോട് ഇങ്ങനെ പറയും. നുസ്രത്തെ, എനിക്കറിയാത്ത പല സത്യങ്ങളും ഉണ്ട്. എനിക്കൊന്നും അറിയില്ല. ഈ വീടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലാണ് നീ അതറിയുള്ളൂ അല്ലേ? അല്ലാതെ എനിക്കൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് ചുറ്റിക്കെട്ടി പറയണത്? പറയാനുള്ളത് ശരിക്കൊന്ന് പറഞ്ഞൂടെ? എൻ്റെ സമാധാനം അങ്ങോട്ട് പോയി കിട്ടി. മറ്റേ നല്ലൊരു ആശ്വാസം അത് ആലോചിക്കുമ്പോൾ. എൻ്റെ കുട്ടി പഠിച്ച് കുറച്ചായി കഴിഞ്ഞാലും കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഓല് പഠിപ്പിച്ചും ചെയ്തോളും, പിന്നെ ഓന് കൊണ്ടുപോവുകയും ചെയ്തോളും. അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെയായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കാൻ കാരണം എന്താണ്? അതേ, തട്ടിത്തെറിപ്പിച്ചത് ഞാനൊന്നല്ലല്ലോ, തട്ടിത്തെറിപ്പിച്ചിട്ടുമില്ല. അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഇനിയും വിളിക്കും, മിക്കവാറും വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹുസൈനാജിൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുട്ടിയെ ഞാൻ പറഞ്ഞേക്കൂല. പഠിച്ച റബ്ബേ, എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയണത്? എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ തിരക്കിടില്ല. കാരണം ഉണ്ടോന്നോ? കാരണമൊക്കെ ഉണ്ട്. അതൊന്നും ഇജിപ്പോൾ തൽക്കാലം അറിയണ്ട. നിങ്ങളെന്താ ഇങ്ങനെ? എന്നാൽ ഓലെ ഉമ്മാനോടെങ്കിലും വിളിച്ചാന്ന് ചോദിച്ചു നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ വീട്ടിലുള്ള കല്യാണക്കാരും എൻ്റെ കുട്ടിക്ക് വേണ്ട. ഞാൻ അത് മുറിച്ച് പറയാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ അഭിപ്രായം അതങ്ങനെയാണ്. അതല്ല അതിൻ്റെ ഇടക്കെങ്ങാനും എനിക്കെന്തേ പറ്റി ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് സമ്മതമില്ല കേട്ടോ. എൻ്റെ കുട്ടീനെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ ഒരിക്കലും എനിക്ക് സമ്മതമില്ല. എൻ്റെ സമ്മതമില്ലാതെ പിന്നെ നിങ്ങളെന്തേലും കാട്ടുകയാണെങ്കിൽ കാട്ടിക്കോളെ. ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് നുസൈബയുടെ ഉമ്മക്കും എന്തെന്നില്ലാത്ത ഒരു പ്രയാസം. എന്നാലും ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം ഇപ്പം എന്തായിരിക്കും? നുസൈബയുടെ ഉമ്മക്ക് ആകെ സങ്കടമായി. അവരതാ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് പോയി. പഠിച്ചോനെ,
നല്ലൊരു റാഹത്തായിരുന്നു, ഒരു സമാധാനമായിരുന്നു എൻ്റെ കുട്ടീൻ്റെ സ്ഥിതി ആലോചിച്ചിട്ട്. ഇപ്പോൾ വീണ്ടും ടെൻഷനായി. എന്താണെന്നാവോ ഉളപ്പാക്ക് പറ്റിയത്? പെട്ടെന്ന് അത് ഇല്ലാതാക്കാനൊക്കെ കാരണം എന്താണാവോ? ആ സമയം ഹുസൈനാജിയുടെ വീട്ടിൽ മജീദ് അതാ ഹുസൈനാജിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. മജീദേ, സംഭവം കൈവിട്ട് പോണ കേസാണ്. എന്ത് മുതലാളി? ഒന്നുമില്ല. അതേ, ലത്തീഫ് കുറച്ച് ദേഷ്യത്തിലാണ്. ഉളപ്പ. ഞാനൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടീനോട് വണ്ടി കയറാൻ പറഞ്ഞു, കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ പെണ്ണ് കയറാൻ കൂട്ടാക്കിയില്ല. പെണ്ണിനിപ്പോൾ കുറച്ച് ഉഷർ കൂടിയിരിക്കണ്. പഴയ പോലല്ല. മറ്റേ മിണ്ടൂലേനു ഒന്ന് ചോദിച്ചാലും. ഇപ്പോൾ കുറച്ച് നാവിന് ബലം വെച്ചിക്കണ്. ഞാൻ അവളോട് അത് കയറാൻ പറഞ്ഞ സമയത്താണ് ഓൻ അതിലോട്ട് വരുന്നത്. പിന്നെ ഇപ്പം എന്താ, ഓൻ എൻ്റെ നേർക്ക് വണ്ടിയിൽ കയറിക്കോ, സ്കൂളിൽ കൊണ്ടുപോയി വിടാം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓന് പലതും അങ്ങോട്ട് പറയണു എൻ്റെ നേർക്ക്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഓൻ്റെ മോളന്നല്ലേ സംഭവം. എന്നാലും ഓനെ വെറുപ്പിച്ചാൻ പറ്റില്ല. ഓനെ വെറുപ്പിച്ചാതെ കൊണ്ട് നടക്കണം, എങ്കിലേ നമുക്ക് ആ മുതലിന് കിട്ടുള്ളൂ. ഓളെ കൊണ്ട് വിട്ട് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതിനിപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇജ്ജ് പറഞ്ഞില്ലേ ഏതൊരു മൊബൈൽ ഷോപ്പത്തെ ചങ്ങായിനായിട്ട് കമ്പനിയാണെന്നൊക്കെ, അതൊക്കെ ആയിക്കോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമില്ല. ഓനൊക്കെ ഓളെ മനസ്സിൽ നിന്ന് ഞാൻ പുഷ്പം പോലെ എടുത്ത് പറിച്ചൊഴിവാക്കും. തെപ്പിലെ നുള്ളി കഴിഞ്ഞാലേ വല്ലാതെ മൂക്കൂല. അതല്ല, ഇനിയും ഇത് കൊണ്ട് നടക്കുകയാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. മുതലാളി, നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാണില്ല. ഒന്നുമല്ല, ലത്തീഫിനോട് നല്ല രീതിയിൽ തന്നെ വിളിക്കണം. നല്ല രീതിയിൽ വിളിച്ച് സോപ്പിട്ട് ഓനോൻ്റെ പഴയ ഇപ്പം ഉണ്ടായ ദേഷ്യമൊക്കെ ഒഴിവാക്കി പഴയ രീതിക്ക് വരണം. എങ്കിൽ മാത്രമേ ഓളെ സ്വന്തമാക്കാൻ ഞമ്മക്ക് പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് ഇനി ഈ ഒരു സമയത്ത് ഞാൻ ഓനോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പിന്നെ ഒരിക്കലും ഇങ്ങോട്ടുള്ള പറഞ്ഞേക്കൂല, കെട്ടിച്ച് തരൂല. അതെനിക്ക് ഉറപ്പുണ്ട്. മുതലാളി, എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ വിളിച്ചോളേ, വിളിച്ച് പറഞ്ഞോളേ. ആ ഫോൺ എടുത്താ. അസ്കറിൻ്റെ ഉമ്മ എല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, ഹുസൈനാജിയുടെ ഭാര്യ. ഉമ്മ അപ്പോഴും വിചാരിച്ചു, പഠിച്ചോനെ, ഇതെന്താ വീണ്ടും ആ കുട്ടീനെ ഇടങ്ങാറാക്കുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. ഉപ്പ അതാ ഫോൺ എടുത്ത് വിളിക്കുന്നു ലത്തീഫിൻ്റെ നമ്പറിലേക്ക്. ആ നമ്പർ കണ്ട ഉപ്പ ഒരു നിമിഷം ഒന്ന് പകച്ചു. വിളിക്കുന്നുണ്ട്, എന്താണാവോ? എന്തായാലും ഉള്ള കാര്യം പറഞ്ഞ് ഒഴിവാകുക, അതേ ഉള്ളൂ. ഇക്ക, നിങ്ങൾ ഫോണല്ല ബെല്ലടിക്കണത്, അതൊന്ന് എടുത്തു നോക്കി. എടുക്കാനായിട്ടില്ല. എന്തിനെടുക്കണേ? ഓനിങ്ങനെ വിളിക്കുമ്പോഴത്തേന് ഓടിപ്പാഞ്ഞെടുക്കാൻ എന്താ? ഉപ്പ എടുക്കാൻ കൂട്ടാക്കുന്നേയില്ല. എന്തായാലും എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തെറ്റെന്ന് വെച്ചാൽ പറഞ്ഞു ഒഴിവാക്കിക്കൂടുന്നാൽ ഇതിങ്ങനെ ഫോൺ എടുപ്പിക്കാൻ നിൽക്കണോ? നുസൈബയുടെ ഉപ്പ അതാ ഫോൺ എടുക്കുന്നു. പറ പൊന്നാരൻ്റെ ലത്തീഫേ, ഞാനും തമ്മിൽ ചെറിയൊരു മസിൽ പിടുത്തം ഉണ്ടായെങ്കിലും എനിക്ക് എന്നോട് ഇപ്പോഴും സ്നേഹമാണ്. കാരണം എന്താ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇജന്നല്ലേ, ഇവിടുത്തെ എല്ലാം നോക്കി നടത്തേണ്ടത് ഇജന്നെയാണ്. ഒക്കെ മൊത്തത്തിൽ ഇജിരിക്കുന്ന പണിൻ്റെ വൃത്തിയും എടുപ്പും പിന്നെ വേറെ ആരെടുത്താലും ഉണ്ടാവില്ലല്ലോ. ആ ഒരു സ്നേഹം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് പറയണത്, ഒന്നും മനസ്സിൽ ഇജ് വെച്ച് നിൽക്കരുത്. അപ്പം ആ നേരത്തെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഈ പക വെച്ച് നിൽക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ പെൺകുട്ടിയെ നല്ലോണം ശ്രദ്ധിച്ചോ. ഏത് സമയവും ഓല് ഒളിച്ചോടാൻ വരെ സാധ്യത ഉണ്ടാവും. ഇപ്പോഴത്തെ തലമുറയാണ്, ഒന്നിനും മടിക്കാത്ത കുട്ടികളാണ്. പിന്നെ ആകെ നാണക്കേടിലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താവും, ഓൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് പുറന്തള്ളി വരുമ്പോൾ കാണാം കുട്ടിനെ. ആ ഒരു ഗതിയിലേക്ക് അന്നെ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് പ്രത്യേകം പറയണത്. കുട്ടിനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോ. കോളേജിക്ക് അവിടേക്ക് ഇനി വിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, പെരയിൽ നിന്ന് പഠിച്ചോട്ടെ, അതിനുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ. എൻ്റെ കുട്ടിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാനം കാക്കണമെന്നുണ്ടെങ്കിൽ ഇനിതാ ആ പെണ്ണിനെ അങ്ങോട്ട് വിടരുത് കേട്ടോ. വിട്ടാൽ തന്നെ വിടണേന് കുഴപ്പമില്ല, പക്ഷെ ആരും കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വണ്ടിയിൽ പണി കയറി പോന്നോട്ടെ എന്ന്. ഞാൻ ഒരിക്കലും ആ കുട്ടിനെ ഒന്നും തെറ്റിദ്ധരിപ്പിച്ചിട്ടൊന്നല്ല.
ശരിക്കും എൻ്റെ മോളെ പോലെ കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് കയറാൻ. പക്ഷേ അതോട് നെഗറ്റീവായിട്ട് എടുത്തു. ഇജ്ജു അങ്ങനെ തന്നെ. എൻ്റെ മോൻ്റെ ഭാര്യയെ കയറി വരാനുള്ള പെൺകുട്ടിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ വേദന കൊണ്ട് പെൺകുട്ടികളെ മനസ്സൊന്ന് മാറിക്കഴിഞ്ഞാൽ ഓല് ഏത് നിമിഷവും ഒന്നിനും മടിക്കാത്തതാണ്. അതുകൊണ്ട് ലത്തീഫേ, ഞാൻ പറഞ്ഞേ കേട്ടോ, ഒരു കണ്ണ് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടായിക്കോട്ടെ. പിന്നെ ഖേദിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എനിക്ക് എന്നോട് എൻ്റെ മനസ്സിൽ കുറച്ചെങ്കിലും സ്നേഹം ദയയും ബാക്കിയുള്ളതുകൊണ്ടാണ് ഞാൻ എന്നോട് ഇങ്ങനെ പറയണത്. നല്ല കരുതിയാൽ നിങ്ങൾക്ക് നല്ലത്. ഒരു കൊല്ലം വരെ കാത്തിരിക്കാൻ ആ കുട്ടിക്ക് ഒഴിവില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം തന്നെ നിക്കാഹ് വേണം കഴിക്കാലോ. നിക്കാഹ് കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ, ഇവിടുന്ന് പഠിക്കാൻ പോയിക്കോട്ടെ കുട്ടി, അതിനിപ്പോൾ എന്താ? അത് കേട്ടപ്പോൾ ഉപ്പാക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അതേ ആര്യരെ, എൻ്റെ കുട്ടി പഠിക്കാൻ പോയിക്കോട്ടെ, അതിനിപ്പോൾ യാതൊരു കുഴപ്പമില്ല. അതെന്താ ലത്തീഫെ, എനിക്ക് ബേജാറും പേടുന്നില്ലേ? എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു ബന്ധത്തിൽ പെട്ടിക്കണമെന്ന് പറഞ്ഞിട്ട്? എൻ്റെ കുട്ടി ബന്ധത്തിൽ പെട്ടിക്കണോ ഇല്ല എന്നുള്ളത് അത് ഓളോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ അവരും ഇവരും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. എൻ്റെ കുട്ടിനോട് ചോദിച്ച എൻ്റെ കുട്ടി സത്യം പറയും, അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഞാൻ ഓളോട് കാര്യങ്ങൾ ചോദിക്കും, അതിനനുസരിച്ചാകും ഇനിയുള്ള തീരുമാനങ്ങൾ. അത് കേട്ടപ്പോൾ അതാ ഹുസൈനാജിക്ക് ദേഷ്യം പിടിക്കുകയാണ്. ലത്തീഫേജി പഠിക്കട്ടോ, നോക്കിക്കോ, നല്ല നോക്കിയും കണ്ടും ശ്രദ്ധിച്ചു നിന്നില്ലെങ്കിൽ പാടുപെടും, പറഞ്ഞില്ലാന്ന് വേണ്ട. അത് ഈ തറവാട്ട് ഉറപ്പിച്ച് വെച്ച പെണ്ണാണ് എൻ്റെ മോള്. കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇനിയോൾക്ക് വരിക ഇവിടുന്ന് അങ്ങനെ ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ. ആദ്യം നമ്മൾ ഈ തറവാട്ടൊക്കെ പറഞ്ഞച്ച പെൺകുട്ടിയാണത്. അതിലിഞ്ഞൊരു മാറ്റമില്ല. അതിലിഞ്ഞിപ്പോൾ ആരെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ ശ്രമിച്ചാലും അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അത് കേട്ടപ്പോൾ നുസൈബയുടെ ഉപ്പാക്ക് ദേഷ്യം വീണ്ടും കൂടുകയാണ്. അതേ, എൻ്റെ മോളെ ഭാവി, എൻ്റെ മോളെ കാര്യം അതിനി ഓൾക്കാണ് ഞാൻ വിട്ടുകൊടുക്കുന്നത്. ഓള് തീരുമാനിക്കട്ടെ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു കല്യാണം കഴിച്ച് നല്ല അന്തസ്സോടു കൂടി കെട്ടിച്ചതാണ്. എന്തായി? നേരെ തിരിച്ചു വരേണ്ടി വന്നു. പെൺകുട്ടികളാണെങ്കിലേ ഓല മനസ്സിനനുസരിച്ച് ഓല മനസ്സിനിണങ്ങിയ നല്ല സോലയായ ഹയറായ ചെക്കന്മാരുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് എന്താ അവിടെ തെറ്റ്? ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ജീവിക്കണമെന്നേ ഉള്ളൂ. ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഹുസൈനാജിക്ക് ദേഷ്യം ഇരച്ചു കയറി. ലത്തീഫെ, നല്ലോണം ശ്രദ്ധിച്ചോ, അനക്കും വേണ്ടിയിട്ടാണ് ഞാനത് പറയണത്. അതേ, എൻ്റെ കുട്ടീനെ ശ്രദ്ധിക്കണ കാര്യം ഞാൻ ഏറ്റു. അതിലിപ്പം നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട. നിങ്ങൾ ഓളോറ്റിപ്പോൾ ഒരു ബന്ധമൊന്നുമില്ല. എൻ്റെ കുട്ടീനെ നിക്കാഹ് കഴിച്ച് തന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക്. അങ്ങനല്ല നിങ്ങൾക്ക് എൻ്റെ കുട്ടീനെ മേലെ അധികാരം പിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ഇപ്പം തന്നെ കല്യാണത്തിന് നിക്കാഹിന് മുമ്പ് തന്നെ എന്താ അവളെക്കുറിച്ച് നിങ്ങളിങ്ങനെ അവകാശപ്പെടണേ? ലത്തീഫ, ഒന്നുമല്ല, ഈ തറവാട്ടൊക്കെ പറഞ്ഞച്ച പെണ്ണാണോള്. ഓൾക്കെങ്ങാനും എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ വെച്ച് നമുക്ക് കാണാം. ഉപ്പ ദേഷ്യത്തോടെ പറഞ്ഞു. അതേ, എൻ്റെ കുട്ടീൻ്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങൾ അതിനൊന്ന് മാറി നിൽക്കണം. അത് പറഞ്ഞ് ഉപ്പതാ ഫോൺ കട്ട് ചെയ്യുന്നു. അതെല്ലാം ഉമ്മ കേട്ടു. പടച്ച റബ്ബേ, എന്തൊക്കെയാണ് നിങ്ങളീ പറയണത്? പ്രശ്നങ്ങൾ ഇങ്ങനെ കഴിക്കണോ? പഠിച്ചോനെ, എന്താ ഇപ്പോൾ ചെയ്യുക? മോളെ കാണാനുമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴതാ നുസൈബ വരുന്നു. ഉമ്മയുടെ മനസ്സിൽ ആകെ ആവലാതിയാണ്. നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഒഴിവായി പോകുമോ എന്നുള്ള ഭയമായിരുന്നു ഉമ്മാക്ക്. എന്താണ് പ്രശ്നം ഉണ്ടായത്? എന്താ കാറ് കയറി വർത്താനൊക്കെ പറയണ്ടല്ലോ? ഒന്നുമില്ല. മോള് രാവിലെ സ്കൂളിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴേ അയാളവിടെ വഴിയിൽ കാറുമായി വന്ന് നിൽക്കുകയാണ്. കയറാൻ പറയണം കുട്ടീനോട്, ഞാൻ കൊണ്ടാക്കി തരാം. എന്ത് നിയമം ഇതൊക്കെ? ഇതൊക്കെ എന്ത് സംഭവം? നിക്കാഹ് കഴിഞ്ഞേക്കാണെങ്കിൽ ഓളെ അമ്മോഷം കാക്കാന്നുള്ള രീതിയിലെങ്കിലും കയറിപ്പോവാം. ഇതിപ്പോൾ എന്ത് കണ്ടിട്ടാ? ഒരു അന്യ ചങ്ങായിൻ്റെ പെണ്ണ് പറഞ്ഞേക്കുക എൻ്റെ കുട്ടീനെ ഞാൻ. ഓളെങ്ങനെ അത് കയറുമോ? എൻ്റെ മോള് കയറൂല. അപ്പോഴാണ് എൻ്റെ കുട്ടി പറഞ്ഞത്, 2 വട്ടമായി ഇയാൾ എന്നെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി നിൽക്കുന്നത്. പടച്ച റബ്ബേ, അയാൾ അങ്ങനെയൊക്കെ ചെയ്യുമോ? എന്താ സംശയം? ഓനത്ര നല്ലവനെന്ന് എൻ്റെ വിചാരം? പേര് ആജിയരൊക്കെ തന്നെയാണ്. സംഭവം ഹുസൈനാജിയാണ്. നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്, സഹായം ചെയ്യുന്ന ആളാണ്, കോടീശ്വരനാണ്. പക്ഷേ ഉള്ളത്തെ സ്വഭാവം ഒന്നും എനിക്കറിയില്ലല്ലോ. അതെ, ഓൻ്റെ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അറിയാം. എന്നും കണ്ണീരോടെ കഴിയുന്നൊരു പെണ്ണുണ്ട് അവിടെ.
അസ്കറിൻ്റെ ഉമ്മ ഇന്നാൾ ഇങ്ങോട്ട് വന്നില്ലേ, ആ പെണ്ണ് അതൊക്കെ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഓൻ്റെ മുമ്പിൽ, ഓൻ്റെ സ്വഭാവം കൊണ്ട്. പണിക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ്. കാരണം എന്താ, എല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതും അങ്ങനെ കൊടുക്കും, അതന്നെ. പക്ഷേ ആ ഒരു സ്നേഹം തിരിച്ച് തൻ്റെ സ്വന്തം ഭാര്യയോടോ മക്കളോടോ അയാൾ കാണിക്കണില്ല. ഓലെപ്പോഴും ശകാരിച്ചുകൊണ്ടാണ്. കാരണം അവർ തെറ്റ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പയൊക്കെ ദേഷ്യം പിടിക്കും, ഇറങ്ങി പോകാൻ പറയും. അതൊക്കെയാണ് എന്നുള്ള പ്രശ്നങ്ങളാണതൊക്കെ. ആ വീട്ടിലേക്ക് എൻ്റെ കുട്ടീനെ ഞാൻ കൊടുത്തിട്ട് എൻ്റെ കുട്ടി ഇടങ്ങാറാവാനോ? ഹേയ്, ഒരിക്കലുമില്ല. അയാളെ ഭരണം അതവിടെ അങ്ങനെ ഉണ്ടാവും. അയാൾ പറയും പോലൊക്കെ നിൽക്കേണ്ടി വരും. അതിനാവൂല. ഉമ്മ ആകെ ഭയന്നു. പഠിച്ച റബ്ബേ, എങ്ങനെയൊക്കെയാണോ അയാൾ? എന്നാ വേണ്ടിക്ക, നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ഒന്നും വേണ്ട, പാവം എൻ്റെ കുട്ടി പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ. ഒരിക്കലും അങ്ങനെയുള്ള വീട്ടിലേക്കൊന്നും, അയാളെപ്പോലത്തുള്ള ആൾക്കാരുള്ള വീട്ടിലേക്കൊന്നും പറഞ്ഞേക്കണ്ട. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇക്ക, ഇനിയിപ്പോൾ അതൊന്നും സാരല്ല. അവളുടെ കല്യാണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടൊന്നും ഒരു വിഷമിക്കണ്ട. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. ഈ നോക്കിക്കോ. നുസൈബ മോള് അതാ വരുന്നു. നുസൈബ അതാ ദൂരെ നിന്ന് നടന്നു വരുന്നു. പാവം, എൻ്റെ കുട്ടി കല്യാണം മുടങ്ങിയെന്നറിയുമ്പോൾ എത്ര സങ്കടപ്പെടുന്നുണ്ടാവും. എങ്ങനെ സങ്കടപ്പെടുന്നു? അവളെന്നല്ലേ പറഞ്ഞത് 2 പ്രാവശ്യം ഇയാളടുത്തുനിന്ന് എനിക്ക് അനുഭവം ഉണ്ടായിക്കണമെന്നുള്ളത്, വണ്ടി കയറാൻ പറഞ്ഞിരിക്കണമെന്നുള്ളത്. അവൾക്ക് ഇഷ്ടമില്ല, അവൾക്ക് ഒരിക്കലും ഇഷ്ടമില്ല ഈ ഒരു ബന്ധം. എൻ്റെ കുട്ടിക്ക് എപ്പോഴും കണ്ണീരായിരുന്നില്ലേ? ഹോ, പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ട് ഒഴിഞ്ഞു പോയത്. മറ്റേത് എൻ്റെ മനസ്സൊക്കെ വലിയ തൃപ്തിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞങ്ങോട്ട് ഉറപ്പിച്ചതാണ്. ഉമ്മ, ഉപ്പ, അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. നുസൈബ ഏതാ അകത്തേക്ക് കയറുന്നു. ഉമ്മ സങ്കടത്തോടെ അവളെ നോക്കി. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടീൻ്റെ കല്യാണമൊക്കെ എന്താ ഇങ്ങനെയാണത്? ഒന്നാമത്തത് അങ്ങനെ, രണ്ടാമത്തത് ഇതാ പറഞ്ഞ് കണ്ടുവച്ചത് തന്തക്ക് ഇങ്ങനെയുള്ള സ്വഭാവമാണ്. പഠിച്ചോനെ, പാവം എൻ്റെ കുട്ടിക്ക് വിഷമമായിരിക്കും. അള്ളാഹു സ്വാലിഹായൊരു പുതിയാപ്പിളിനെ നീ കൊടുക്ക് റഹ്മാനെ. നുസൈബ അതാ നേരെ ഫ്രഷായി ഉളുഹെടുത്ത് നിസ്കരിക്കുവാൻ വേണ്ടി പോയി. ഉമ്മ അവൾക്ക് ചായ എടുത്തു വെക്കുന്നു. ഉപ്പ സിറ്റ് ഔട്ടിൽ പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ്. അവൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ചായ എടുത്തു. ഉപ്പ ചായ കുടിച്ചോ? ഉമ്മ, ഉപ്പ നിങ്ങൾ ചായ കുടിച്ചോ? മോളെ, ഞാൻ നേരത്തെ കുടിച്ചു, എനിക്കിപ്പോൾ വേണ്ട. മോള് കുടിച്ചോളൂ. നുസൈബ അതാ ചായ കുടിക്കുന്നു. അവളത് അവളുടെ പുസ്തകങ്ങളെല്ലാം എടുത്ത് സിറ്റ് ഔട്ടിൽ വെറുതെ വന്ന് നിൽക്കുകയാണ്. ഉപ്പ അവളെ വിളിച്ചു. മോളെ. എന്താപ്പാ? അവൾക്ക് ഭയമായി. പഠിച്ചോനെ, മറ്റേ ഇതെങ്ങാനും അറിഞ്ഞോ? ഉപ്പ എന്നോട് എന്തെങ്കിലും പറയോ? ചീത്ത പറയുമോ? അടി കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ഭയം നുസൈബയിലുണ്ടായിരുന്നു. മോളെ ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്തിയപ്പാ? അത് മോളെ, എൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പച്ചിനോട് തുറന്ന് പറയണം എൻ്റെ കുട്ടി. മനസ്സിലായോ? നുസൈബ അത് കേട്ട് ശരിക്കും ഒന്ന് ഞെട്ടി. എന്ത് ഉപ്പ നിങ്ങൾ പറയുന്നത്? അതേ മോളെ, എൻ്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നല്ല ഹയറായ ചെക്കന്മാർ എൻ്റെ മനസ്സിലുണ്ടോ? പറയ്, ഇപ്പാനോട് പറയ്. ഇപ്പാൻ്റെ കുട്ടി ഇപ്പാൻ്റെ മുഖത്ത് നോക്കി പറയ്. നുസൈബക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല. അവളാകെ സ്തബ്ധയായി നിൽക്കുകയാണ്. ഉപ്പാൻ്റെ കുട്ടി പറഞ്ഞോളേ. എൻ്റെ കുട്ടീൻ്റെ സന്തോഷമാണ് ഉപ്പാൻ്റെ സന്തോഷം. നിങ്ങളെ മനസ്സ് എപ്പോഴാണ് സന്തോഷമാകുന്നത് അപ്പോഴെന്നല്ലേ മാതാപിതാക്കൾക്കും സന്തോഷം കിട്ടുക. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളേ. ഒരു മടിയും വിചാരിക്കണ്ട, ഒരു പേടിയും കരുതണ്ട. ഹയറാണെങ്കിൽ പഠിച്ചോനെ നമുക്കത് നടത്തിത്തരും. ഷർറാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. അതല്ലേ നമ്മളെ തീരുമാനം. ഉപ്പ, ഞാൻ എങ്ങനെ? മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, കാര്യങ്ങൾ പറഞ്ഞോളേ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഉപ്പ, അത് എനിക്കൊന്നും. എന്താ മോളെ, നിനക്കൊന്നും പറയാനില്ലേ?
നുസൈബക്ക് ഉപ്പയുടെ മുഖത്ത് നോക്കി അത് പറയാൻ ശരിക്കും നാണമായിരുന്നു. ഹേയ്, ഞാൻ പറയേ ഉപ്പയുടെ മുഖത്ത് നോക്കി. ഹേയ്, അത് വേണ്ട പഠിച്ചവനെ. അപ്പോഴേക്കൊതാ നുസൈബയുടെ ഉമ്മ അങ്ങോട്ട് വരുന്നു. എന്താ ബാപ്പയും മോളും കൂടി വലിയ ചർച്ച? അല്ലേ, ഓളെ മനസ്സിൽ ഏതെങ്കിലും ആൺകുട്ടികളുണ്ടെങ്കിൽ തുറന്ന് പറയാനായിരുന്നു ഞാൻ ഓളെ വിളിച്ചത്. ഇക്ക നിങ്ങൾ എന്തീ പറയണത്? അതേടി, അത് തന്നെ. അവരുടെ സന്തോഷം അവർ കണ്ടെത്തിക്കോട്ടെ. അങ്ങനെയുള്ള ജീവിതമായിരിക്കും അവർക്ക് സന്തോഷം. അല്ലാതെ നമ്മൾ ഇഷ്ടമില്ലാത്ത പോലെ ഓരോരുത്തരുടെ കെട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ഹുസൈനാജിൻ്റെ മോനെ കൊണ്ട് കെട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഉള്ള സ്ഥിതി? എന്നും തീ തിന്ന് ജീവിക്കേണ്ടി വരൂലേ എൻ്റെ കുട്ടി? അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല. മോളെ, മോളുടെ മനസ്സിലൊരാളുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ഒരു മടിയും വിചാരിക്കണ്ട. നുസൈബ ഒന്നും പറയാതെ അതാ അകത്തേക്ക് പോയി. ഉമ്മയോട് ഉപ്പ പറഞ്ഞു, നീ ഒന്ന് ചോദിച്ചു നോക്ക്. നമുക്ക് ഹയറാണെങ്കിൽ അതൊന്ന് നടത്തി കൊടുക്കാലോ. ഓല് ജീവിച്ചോട്ടെ, എൻ്റെ കുട്ടിക്കൊരു ജീവിതം കിട്ടാത്തതല്ലേ. ഇക്ക, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? അത്രയ്ക്കും വലിയ ബന്ധങ്ങളും അതൊക്കെ ഒഴിവായി പോയി. ഇനിയിപ്പോൾ നിങ്ങൾ ഏതായി പറയണത്? അതേടി, ഓൾക്ക് അങ്ങനെ ചെറിയൊരു ഇഷ്ടമുണ്ട് എന്നാണ് പറയണത് കേട്ടത്. അതിപ്പോൾ എൻ്റെ സ്നേഹിതനാണ് എന്നോട് പറഞ്ഞതും. എന്നോട് ഇതുവരെ അത് മുണ്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അന്നും കൂടി ടെൻഷനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്കൊരു ഉറപ്പുണ്ട്, നമ്മളെ കുട്ടി കണ്ടുപിടിക്കണത് സ്വാലിഹായ ആൾക്കാരായിരിക്കുമെന്ന് ഒരു തോന്നൽ എനിക്കുണ്ട്. എൻ്റെ കുട്ടി തെറ്റിലേക്ക് വീഴൂല, തെറ്റ് ചെയ്യൂല. തെറ്റ് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കുട്ടി കണ്ടുപിടിക്കൂല, അതും എനിക്ക് ഉറപ്പുണ്ട്. അതാണ് പിന്നെ ഒരു സമാധാനമുള്ളത്. ഇക്ക, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. കാരണം അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കൂല, ജാതിയും നോക്കൂല, മതവും നോക്കൂല, ഒന്നും നോക്കൂല, ഭംഗി നോക്കൂല, ജോലി നോക്കൂല, അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെയൊക്കെ ആയാലും പഠിച്ച റബ്ബേ, എനിക്ക് ആലോചിക്കാൻ വയ്യ. അതൊന്നുമില്ല, നമ്മളെ കുട്ടി അത്ര പിടിവാശിക്കാരിയല്ലല്ലോ. നമ്മളെന്താണ് പറയണത് അതിനനുസരിച്ച് നിൽക്കുന്ന കുട്ടിയാണ്. ഇതിപ്പോൾ ഇഷ്ടമില്ലാത്ത ബന്ധമായിട്ട് പോലും നമ്മൾക്ക് വേണ്ടി അവൾ നിന്ന് കൊടുത്തില്ലെന്ന്. പിന്നെ ഇപ്പം എന്താ എനിക്കിത്ര ബേജാറ്? ഉമ്മയുടെ മനസ്സിൽ പിന്നെ അതായി ചിന്ത. പഠിച്ചവനെ, അങ്ങനൊരു ബന്ധം ഓൾക്കുണ്ടെങ്കിൽ അത് ഓളെ ഫ്രണ്ട് ഷിഫയ്ക്ക് അറിയായിരിക്കും. എന്തായാലും ഓളെ കേൾക്കാതെ ആ ഷിഫയ്ക്കൊന്ന് വിളിച്ചു നോക്കണം. നമ്പർ എൻ്റെ ഫോണിലുണ്ടല്ലോ. നുസൈബ ഏതാ പുസ്തകം നോക്കി അവിടെ ഇരിക്കുകയാണ്. ഉമ്മ ഫോണെടുത്ത് അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങി. എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം, അല്ലാതെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉമ്മ അതാ ഷിഫയുടെ ഫോണിലേക്ക് അടിക്കുന്നു. ഫോൺ ബെല്ലടിച്ച അത് കണ്ട് ഷിഫ, നുസൈബയുടെ ഉമ്മയാണല്ലോ. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷിഫയല്ലേ? അതെ. എന്താ നുസൈബ അവിടെ എത്തിയില്ലേ? ആ, എത്തുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ മോളെ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? അത് കേട്ടപ്പോൾ ഷിഫക്ക് അല്പം ഒരു ഭയം തോന്നിയിരുന്നു. എന്താണുമ്മ? അല്ല, എൻ്റെ മോള് നുസൈബാക്ക് ആരോടെങ്കിലും അവിടെ ഇഷ്ടമുണ്ടോ? അവൾക്ക് എന്തു പറയണം എന്ന് അറിയുന്നില്ല. ഷിഫ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ചവനെ, വീട്ടിലൊക്കെ അറിഞ്ഞ് പ്രശ്നമായോ? പാവം, ചീത്ത പറഞ്ഞോ അതിനെ? ഷിഫ, നീ എന്തൊന്നും മിണ്ടാത്തത്? സത്യം പറയണം. അത് ഉമ്മ. പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, പറഞ്ഞോളൂ. അതെ, ഓൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ഒരാൾ ഇങ്ങോട്ട് ചോദിച്ചതാണ്. ആരാണത്? അത് ഇവിടെ ഒരു മൊബൈൽ ഷോപ്പുണ്ട്, ആ മൊബൈൽ ഷോപ്പിൽ ഉള്ള ആളാണ്. ആണോ? എന്ത് കണ്ടിട്ടാണ് അവൻ ചോദിച്ചത് എൻ്റെ കുട്ടിനെ? എൻ്റെ കുട്ടീൻ്റെ ഒന്നും കാണാൻ മാത്രമല്ലല്ലോ. പിന്നെ ഞങ്ങളെ സാമ്പത്തികം എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വളരെയധികം പിന്നോക്കമുള്ള ആൾക്കാരാണ്. പിന്നെയാണെങ്കിൽ എൻ്റെ കുട്ടി ഹിജാബ് ഊരി നടക്കാറുമില്ല. പിന്നെ ഇപ്പം എങ്ങനെ എന്ത് കണ്ടിട്ടാണ് ചോദിച്ചത്? അതെ, നുസൈബ ഞങ്ങൾ ഒരിക്കലും ചീത്ത പറയണ്ട കേട്ടോ. കാരണം അവൾ നിരപരാധിയാണ്. അവളൊന്നും അറിഞ്ഞിട്ടുമില്ല, ഒന്നും ഉണ്ടായിട്ടുമില്ല. അവളെക്കുറിച്ച് അറിയാൻ എന്നോടാണ് ചോദിച്ചത്, എന്നോടാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവളോട് ഞാൻ ഇഷ്ടം ചോദിച്ചത്. ആദ്യമൊന്നും അവൾ സമ്മതിക്കുന്നില്ലായിരുന്നു.
അവൾ അവളുടെ ആദ്യ ഭർത്താവിനെ കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവൾ എതിർത്തൊന്നും പറയാതെയായി. അത് അവന് അവളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, അല്ലാതെ വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ടൊന്നല്ല. സത്യമായിട്ടും ഉമ്മ നല്ല ചെക്കനാണ് എല്ലാം കൊണ്ടും. ഉമ്മാക്കത് കേട്ടപ്പോൾ കുറച്ചൊരാശ്വാസമായി. പക്ഷേ എങ്കിലും അങ്ങനൊരു ബന്ധം ഉള്ളതൊക്കെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണ്. ഉമ്മ നിങ്ങളവളെ ശകാരിക്കൊന്നും വേണ്ടട്ടോ. അവളൊന്നിനുമില്ല, പാവാണ്. ഞാനാണ് അതിനു വേണ്ടി കൂട്ടു നിന്നത്. ഷിഫ, എൻ്റെ കുട്ടിയെ നീ... ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. അവന് അവളെക്കുറിച്ച് എന്നോടാണ് ചോദിച്ചത് എന്ന്, അല്ലാതെ അവർ തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഉമ്മ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് അവളെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന്. അവളെ കാണാൻ പോലും പറ്റൂരല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതെ, അവനക്കിഷ്ടം ഹിജാബിട്ട് നിൽക്കുന്ന പെൺകുട്ടികളാണല്ലോ. അതാണത്രേ അവനിഷ്ടം. ഞങ്ങളെ കോളേജിലുമ്മ എത്രയോ ഫാഷൻ്റെ ലോകത്ത് നടക്കുന്ന പെൺകുട്ടികളുണ്ട്, പല പല മോഡലിൽ, ഡിസൈനിൽ. പക്ഷേ ഈ പർദ്ദയും ഹിജാബും ഇട്ട് വന്ന പെണ്ണെ മാത്രം ആണ് ഇവൻ നോക്കിയത്. ഇവനക്ക് ഇഷ്ടപ്പെട്ടത് അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടണം. അതാണ് അവൻ ആഗ്രഹിക്കുന്നതോ. അതേ ഉള്ളൂ, അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. ഉമ്മാക്കത് കേട്ടപ്പോൾ എന്ത് പറയണം എന്നറിയുന്നില്ല. എന്നാൽ ശരി മോളെ, വെച്ചോ. അസ്സലാമു അലൈക്കും. എന്തായാലും നുസൈബയും ഷമ്മാസും തമ്മിലുള്ള ആ ഒരു ബന്ധം വീട്ടുകാർ അറിഞ്ഞു. പക്ഷേ അറിയില്ലല്ലോ ഒരിക്കലും അത് നുസൈബയുടെ ആദ്യ ഭർത്താവിൻ്റെ അനിയൻ ഷമ്മാസ് ആണെന്നുള്ള കാര്യം. അത് ഒരിക്കലും ഇവർ അപ്പോഴൊന്നും അറിഞ്ഞില്ല. ഉപ്പയുടെ ആ ഒരു വാക്കും എല്ലാം കൂടി നുസൈബയുടെ മനസ്സിൽ ഒരുപാട് തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ്. അവൾ, പഠിച്ചവനെ, എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് പറയണേ എന്നാണ്. അതിപ്പോൾ ഞാൻ എങ്ങനെ പറയും? എന്തായാലും ഷിഫ അവളല്ലേ അതൊക്കെ പറയാൻ നല്ലത്. അപ്പോഴേക്കും ഉമ്മയുടെ ഫോൺ കോൾ കഴിഞ്ഞ് ഉമ്മ അകത്തെത്തി. അപ്പോഴത് ഷിഫ വിളിക്കുന്നു നുസൈബയുടെ ഫോണിലേക്ക്. എടി പെണ്ണേ, നിൻ്റെ ഉമ്മ എനിക്ക് വിളിച്ചിരുന്നോ? നിൻ്റെ എന്തേ പ്രശ്നമായിക്കണോ? സീനായോ? വല്ല ഇഷ്യൂസും? ചീത്ത പറഞ്ഞോ? ഹേയ് ഇല്ലല്ലടി, ഇല്ലല്ലോ, ഒന്നുമില്ല. അതല്ല, പിന്നെന്താ അങ്ങനെ എന്നോട് ചോദിക്കാൻ കാരണം? അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്നൊക്കെയാണല്ലോ ചോദിച്ചത്. ഞാൻ നിന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ, അവൻ ഇങ്ങോട്ട് ചോദിച്ചത് എന്നാണ് പറഞ്ഞത്, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എടി, എൻ്റെ ഉപ്പ എന്നോട് ചോദിച്ചു മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് പറയണമെന്ന്. എൻ്റെ നൊസൈബ പെണ്ണേ, അപ്പോൾ വീട്ടുകാർക്ക് കുഴപ്പമുണ്ടാവില്ല നിൻ്റെ അല്ലേ? പാവം, നിൻ്റെ ഉപ്പ നിന്നോട് അത്രക്കും അങ്ങനെ ചോദിച്ചോ? അതേടി, എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞു, മോളെ നിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നുള്ളത്. മാഷാ അല്ലാ. എടി, എനിക്ക് വളരെയധികം സന്തോഷമായിട്ടോ. നിൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞല്ലോ. എടി പെണ്ണെ, എനിക്കതൊന്നല്ല പേടി. ആ ഹുസൈനാജി, അയാൾ ഷമ്മാസിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടാണ്. എന്താടി പറഞ്ഞത്? നീ എങ്ങാനും അവൻ്റെ കൂടെ ഇനിയും കൊഞ്ചി കൊഴിയാനൊക്കെ പോയി കഴിഞ്ഞാൽ അവന് വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ച റബ്ബേ, അയാൾ അങ്ങനെയും പറഞ്ഞോ? അതേടി, ഒന്നിനും മടിക്കാത്ത ആളാണ്. അയാൾക്ക് അത്രമാത്രം പണവും സമ്പത്തും ഉണ്ടല്ലോ, ഒന്നിനും മടിക്കൂല. എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനും അയാൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ സമ്മതമായിരിക്കും. എനിക്കതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഒരു ഭയം. പഠിച്ച റബ്ബേ കാക്കണേ. എടി പെണ്ണേ, അങ്ങനെയൊന്നും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യൊന്നുമില്ല. അതിനെക്കുറിച്ച് നീ ടെൻഷൻ ആണ്ട. പിന്നെന്തിനാ പോയി രാജ്യത്ത് നിയമവും കോടതിയും അതൊക്കെ? അതെ, അങ്ങനെയൊന്നും ഒരാൾക്കും ചെയ്യാൻ പറ്റൂല. 18 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പിന്നെന്താ, നിനക്കെല്ലാത്തിനും തീരുമാനം എടുക്കാനായല്ലോ. അതുകൊണ്ട് നിനക്ക് തീരുമാനിക്കാം നിനക്ക് ഏത് ഭർത്താവിനെ വേണം എന്നുള്ളത്. അയാളുടെ മകനെ വേണോ അതോ ഷമ്മാസിനെ വേണോ എന്നൊക്കെ. അതിനൊന്നും ആർക്കും കൈകടത്താൻ പറ്റൂല. ശരിയാണടേ, നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ തെളിവില്ലാത്ത ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. എനിക്കാകെ ഭയമാകുകയാണ്. ഒന്നുകൊണ്ട് പേടിക്കണ്ടടി, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായി നിൽക്ക്. എന്തായാലും നിനക്ക് നിൻ്റെ ഉപ്പയുണ്ടല്ലോ വലങ്കയായിട്ട്.
നിൻ്റെ കട്ട സപ്പോർട്ടായിട്ട്. അതുപോലെ നിനക്ക്. അല്ലാതെ ഉപ്പയുടെ ഇഷ്ടമില്ലാതെയും ഒന്നും അല്ലാതെയൊന്നല്ലോ. അതെ, നിൻ്റെ മാതാപിതാക്കളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നോക്കിക്കോ, നിൻ്റെ എല്ലാ കാര്യവും വിജയിക്കും. അതിനു വേണ്ടി പഠിച്ചവനോട് ദ്വാ ചെയ്തോ. ഷിഫ അതാ നുസൈബക്ക് ധൈര്യം കൊടുക്കുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.